ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എവിടെയാണെന്ന് വെച്ചാൽ നാലമ്പലം യാത്രയ്ക്ക് പോവാണ്. നാലമ്പലം കാണാൻ വേണ്ടിയിട്ട്. നാലമ്പലം എന്ന് പറയുമ്പോൾ എറണാകുളം തൃശ്ശൂർ റൂട്ടിലുള്ള നാലമ്പലമല്ല, കോട്ടയം ജില്ലയിലാണ് നാലമ്പലം. കോട്ടയം ജില്ലയിലെ രാമപുരം പാലാ റൂട്ടിലാണ് ഈ നാലമ്പലം ഉള്ളത്. റിസർവേഷൻ സ്ലീപ്പറിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സീറ്റിന് വേണ്ടി അധികം നേരം തിരക്കും കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പുറപ്പെടുന്ന ഞങ്ങൾ ഏകദേശം എന്തായാലും ഒരു വെളുപ്പിന് 1 മണിയാവും അവിടെ എത്താൻ. കണ്ണൂർ എത്താനാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം മഴ നല്ല രീതിയിൽ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ എത്തിയാൽ എന്തായിരിക്കും അവസ്ഥ അറിയില്ല. അങ്ങനെ യാത്ര കണ്ണൂർ കഴിഞ്ഞ് കോഴിക്കോട് കഴിഞ്ഞ് ഇപ്പോൾ രാത്രിയായി സമയം. രാത്രിക്കുള്ള ഫുഡൊക്കെ കഴിച്ച് അലാറമൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ കിടക്കാൻ തുടങ്ങി. 12:30 ഞാൻ അലാറം വെച്ചത്. കാരണം 1 മണിയാകുമ്പോഴേക്കും അവിടെ എത്തും. അങ്ങനെ സമയം വെളുപ്പിന് 1 മണിയായി ഞാനിതാ കോട്ടയത്തെത്തി. ഇനി ഇവിടുന്ന് നേരെ റൂമിലേക്ക് പോയി കുളിച്ച് റെഡിയായി നേരെ അമ്പലത്തിലേക്ക് പോകണം. ഉറങ്ങാൻ റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല, അതിന് സമയമില്ല. ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവും, അത്രേ ഉള്ളൂ. കാരണം ഉച്ചക്ക് മുന്നേ തന്നെ നാലമ്പല ദർശനം പൂർത്തിയാക്കിയേ പറ്റൂ. അതിനുശേഷം ആലപ്പുഴയിലെ കുറേ ക്ഷേത്രങ്ങളൊക്കെ കാണാനുള്ളതാണ്. അങ്ങനെ ടൂർ ഏജന്റ് ഏർപ്പാടാക്കിയ ടൂറിസ്റ്റ് ബസ്സിലൂടെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. ഇവിടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അല്പം മാറിയ ഒരു ഹോം സ്റ്റേ ഉണ്ട്. ചൈതന്യ എന്ന പേരുള്ള ഒരു ഹോം സ്റ്റേ. എസിയും നോൺ എസിയും ഉള്ളതാണ്. നോൺ എസി തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ അങ്ങനെ അമ്പലത്തേക്ക് പോകാൻ റെഡിയായി. ആദ്യം നമ്മൾ വന്നിരിക്കുന്ന അമ്പലം രാമപുരത്തെ രാമക്ഷേത്രത്താണ്. ആദ്യം വരുന്നത് ഇവിടെ തന്നെയാണ്. നല്ല വെളുപ്പിനായതുകൊണ്ട് ആൾക്കാരധികമില്ല. ഇവിടെ ചന്തയൊക്കെ ഉണ്ട്. ചന്തയൊന്നും തുറന്നിട്ടില്ല. എന്തായാലും ഒരു 4 മണി 5 മണിയെങ്കിലും ഇതെല്ലാം പൂർണ്ണമായി തുറക്കാൻ. 4 ക്ഷേത്രങ്ങളും ഒരേ ദിവസം തന്നെ കണ്ടു തീർക്കുന്നത് വളരെ നല്ലതാണെന്നാണ് ഈ അമ്പലത്തിന്റെ വിശ്വാസം. തിരക്കൊന്നും ഇല്ലാന്ന് കഴിച്ചതിന് ശേഷം കണ്ടൊരു തിരക്കാണിത്. ഇത്രയും തിരക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അരമണിക്കൂറിനിടയിൽ ആൾക്കാരുടെ എണ്ണത്തിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു തിരക്കായി പോയത്. അങ്ങനെ ഞങ്ങൾ രാമക്ഷേത്രം കണ്ടു കഴിഞ്ഞ് നേരെ കൂടപ്പുലത്തെ ലക്ഷ്മണ ക്ഷേത്രത്തിലേക്ക് എത്തി. കേരളത്തിൽ ലക്ഷ്മണ പ്രതിഷ്ഠ വളരെ അപൂർവമാണ്. മൂഴിക്കുളത്തും പിന്നീട് കൂടപ്പുലത്താണ് അധികം കണ്ടുവന്നിട്ടുള്ളത്. ഭരതന്റെയും ശത്രുഘ്നന്റെയും പ്രതിഷ്ഠ നോക്കിയാൽ ഏകദേശം ഇതുപോലെ തന്നെയാണ്. അകത്ത് സമർപ്പിക്കാനുള്ള പൂജാദ്രവ്യങ്ങളൊക്കെ ഇവിടെ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പടികൾ കുറെ ചവിട്ടിയിട്ട് വേണം ഈ ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ എത്താൻ വേണ്ടി. പടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ അമ്പലം. നാലമ്പലത്തിലെ മറ്റ് 3 ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ക്ഷേത്രം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ലക്ഷ്മണ ക്ഷേത്രം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ നേരെ അമനക്കരയിലെ ഭരതക്ഷേത്രത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിന് അതിൻ്റെതായ ഒരു ഓർഡർ ഉണ്ട്. ആദ്യം രാമൻ, പിന്നെ ലക്ഷ്മണൻ, പിന്നെ ഭരതൻ, അവസാനം ശത്രുഘ്നൻ. 4 ക്ഷേത്രങ്ങളും 3 കിലോമീറ്റർ ചുറ്റളവിൽ ഉൾപ്പെടുന്നു. അങ്ങനെ ഭരതക്ഷേത്രം കണ്ടു കഴിഞ്ഞ് നാലമ്പലത്തിന്റെ അവസാനത്തെ ക്ഷേത്രമായ ശത്രുഘ്ന ക്ഷേത്രത്തിലേക്ക് ഞങ്ങളൊക്കെ എത്തി. പാലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് ചുറ്റും കപ്പകൃഷി കൊണ്ട് സമ്പുഷ്ടമാണ്. കൂടെ കോടമഞ്ഞും ഹരിതവുമായ കുന്നും മരങ്ങളും കൊണ്ട് നിറഞ്ഞ പ്രകൃതി ഭംഗിയുടെ ഒത്ത നടുവിലാണ് ഈ അമ്പലം. പാലായിലെ മേത്തിരി എന്ന പ്രദേശത്തായതുകൊണ്ട് മേത്തിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. ശത്രുനാശത്തിന് പ്രസിദ്ധമെന്ന് ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ക്ഷേത്രത്തിൽ വന്ന് വഴിപാട് ചെയ്യാറുണ്ട്. രാമായണ മാസത്തിൽ, അതായത് കർക്കടക മാസത്തിൽ ഈ നാലമ്പല ദർശനം നടത്തുന്നത് നല്ലതാണത്രേ. ഇത് ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വഴിവെക്കുമെന്നാണ് ക്ഷേത്രങ്ങളുടെ വിശ്വാസം. അങ്ങനെ നാലമ്പലമൊക്കെ സന്ദർശിച്ച് കംപ്ലീറ്റ് ആക്കുമ്പോഴേക്കും സമയം 8:30ആയി. എന്നെ അടുത്തത് മോർണിംഗ് ഫുഡ് കഴിക്കാനുള്ള ഊഴമാണ്. പാലയിലെ പഴയിടം രുചി എന്ന പേരുള്ള റെസ്റ്റോറന്റ് ആണ് ഞങ്ങൾ അതിനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. റെസ്റ്റോറന്റിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇതാ കണ്ടില്ലേ, സീറ്റ് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അത്രയും തിരക്കുള്ളതുകൊണ്ട് തന്നെ ഫുഡ് കിട്ടാനും അതിനനുസരിച്ച് വൈകുകയും ചെയ്തു. അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എന്റെ സാധനം എന്റെ ടേബിളിലേക്ക് എത്തി. എന്റെ സ്ഥിരം ഫേവറേറ്റ് സാധനം തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. എനിക്ക് മസാല ദോശ കൊണ്ട് എങ്ങും ആയിട്ടില്ല. ഞാൻ 2 കഷ്ണം പുട്ടും കൂടി വാങ്ങി. കാരണം അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. വെളുപ്പിന് 1 മണിക്ക് തുടങ്ങിയ ഓട്ടോ അല്ലേ. പുട്ടും കൂടി അകത്ത് കയറിയപ്പോൾ സംഗതി സെറ്റ്.